കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശ്വരേറ്റം പ്രിയമുള്ളവരെ, ഈ ദുഃഖ ശനിയാഴ്ച നമ്മുടെ സഭയിലെ വലിയൊരു പാരമ്പര്യമാണ്. കർത്താവിൻ്റെ ഉത്ഥാനത്തിന് മുമ്പുള്ള ഈ ശനിയാഴ്ച നമ്മുടെ മാമോദീസയെ നാം ധ്യാനിക്കുകയാണ്. മാമോദീസായിൽ ദൈവം നമ്മളെ വീണ്ടെടുക്കുകയാണ്. മാമോദീസായി വെള്ളം നമ്മുടെ ശിരസ്സിലൊഴിച്ച് നമ്മളെ ദൈവപുത്രനും പുത്രിയുമായി ഏറ്റെടുക്കുകയാണ്, തിരഞ്ഞെടുക്കുകയാണ്. ആ ഒരു ദിവസം അപ്പം അതിൻ്റെ മാഹാത്മ്യം തിരിച്ചറിയണം. എൻ്റെ ദൈവം എന്നെ വീണ്ടെടുക്കുന്നതിന് ആ മാമോദീസായിൽ നമുക്ക് ലഭിച്ച വെള്ളവസ്ത്രം, അതിൻ്റെ പരിശുദ്ധിയിൽ ജീവിക്കുവാൻ നാം കടമയുള്ളവരും കടപ്പെട്ടവരുമാണ്. എല്ലാവരും ഈ മാമോദീസായിലൂടെ യേശുവിൻ്റെ മരണത്തിൽ പങ്കുകാരാകുന്നു. പാപത്തിന് മരിച്ച് ഈശോ എങ്ങനെയാണോ ഉത്ഥാനം ചെയ്തത്, അതുപോലെ ഞാനും നിങ്ങളും പാപത്തിന് വേണ്ടി മരിച്ച് പാപത്തിന് മരിച്ചവരായി ജീവിക്കണം. മരിച്ചൊരു വ്യക്തി ഒരു തെറ്റും ചെയ്യില്ല. മരിച്ച ഒരു വ്യക്തി ഒരു പ്രവൃത്തിയും ചെയ്യില്ല. ഇതുപോലെ മാമോദീസ മുങ്ങി നമ്മളെല്ലാവരും ഈ പരിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ പാപത്തിന് മരിച്ചവരായിരിക്കണം. ആ വെള്ളവസ്ത്രത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ചവറ പിതാവൊക്കെ പറയുന്നുണ്ട്, ഞാൻ ആ മാമോദീസയിൽ സ്വീകരിച്ച ആ കൃപ ഒരിക്കലും നഷ്ടപ്പെടുത്തിയില്ല. കൊച്ചുത്രേസ്യ അങ്ങനെ പറയുന്നുണ്ട്, മാമോദീസയിൽ സ്വീകരിച്ച ആ വിശുദ്ധി ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തിയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ മക്കളെ വളർത്തുമ്പോൾ ഇത് വലിയ ബോധ്യമായി അവരെ വളർത്തണം. ആ വെള്ളവസ്ത്രത്തിൻ്റെ അഭിഷേകം, കാന്തി ഒരിക്കലും നമ്മൾ നശിപ്പിക്കരുത് എന്ന് നമ്മൾ പറയണം. നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധി, ആത്മാവിൻ്റെ ആ വിശുദ്ധി നമ്മൾ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണം. പള്ളിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് ശുശ്രൂഷകളുണ്ട്. ആ ശുശ്രൂഷയിൽ നമുക്ക് മാമോദീസ നമ്മൾ നവീകരിക്കും. പിന്നെ വെള്ളം വെഞ്ചിരിക്കും. ആ വെള്ളം നമ്മൾ ഭവനങ്ങളിലേക്ക് കൊണ്ടുവരും. അത് നമ്മുടെ ഓരോ ആവശ്യത്തിനും നമ്മളത് ഉപയോഗിക്കണം. പ്രിയമുള്ളവരെ, വെഞ്ചിരിച്ച ആ വെള്ളം, അതുപോലെ തന്നെ തിരി ഒരു വെളിച്ചമാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞ ഈശോ എൻ്റെ ജീവിതത്തിൻ്റെ അന്ധകാരത്തിൽ, എനിക്ക് ഈ കൂരാകൂരിട്ടിൻ്റെ അനുഭവത്തിൽ എൻ്റെ ഈശോയാണ് എൻ്റെ വെളിച്ചം. കർത്താവിൻ്റെ വചനം പാതയിൽ വെളിച്ചവും പാതയ്ക്ക് പ്രകാശവുമാണെന്ന് പറഞ്ഞ ആ വചനം. അതുകൊണ്ട് നമുക്ക് ഈ ശനിയാഴ്ച എൻ്റെ മാമോദീസായുടെ ആ കൃപ എന്നും നിലനിർത്താൻ നമുക്ക് ഈശോയോട് ചോദിക്കാം, പ്രാർത്ഥിക്കാം, വിശുദ്ധരായി ജീവിക്കാൻ ആഗ്രഹിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഈ ദിവസം ദുഃഖ ശനിയാഴ്ച ഞങ്ങളുടെ മാമോദീസ വ്രതം നവീകരിക്കുകയാണ്. ഈ നവീകരണത്തിൽ വിശുദ്ധരായി ജീവിക്കാൻ കൃപ നൽകണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ക്രൂശിത നിൻ കൈകളിൽ എൻ്റെ ജീവിതം തരുന്നു. ക്രൂശിത നിൻ കൈകളിൽ എൻ്റെ ജീവിതം തരുന്നു. ദുരിതങ്ങളേറും വേളകളിൽ നിൻ കരതാരിലഭയം തരണേ ഈശോ. നിൻ സ്നേഹം എൻ്റെ ജീവനെ കാത്തിടുന്നു. ക്രൂശിത നിൻ കൈകളിൽ എൻ്റെ ജീവിതം തരുന്നു. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.